Then next, the press and unity of India. ഇന്ത്യയിലെ പത്രങ്ങളും ദേശീയബോധവും. The works done by the Indian newspapers during that time also favored much for the growth of nationalism in India. ഇന്ത്യയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് ഇന്ത്യയിലെ വർത്തമാന പത്രങ്ങൾക്കും ഉണ്ടായിരുന്നു. It exposed, that means the press of that time, or newspapers and journals of that time exposed or disseminated information on massacres, oppression and repressive rules. പത്രങ്ങൾ തുറന്നെഴുതി കൂട്ടക്കൊലപാതകങ്ങളെ, അടിച്ചമർത്തലുകളെ, അവകാശ നിഷേധത്തിലൂടെയുള്ള ഭരണത്തെക്കുറിച്ച് ഒക്കെ പത്രങ്ങൾ എഴുതി. പത്രം ചെയ്ത ധർമ്മ പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ് അഗൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. സാമൂഹ്യ പരിഷ്കർത്താക്കൾ തുടങ്ങിവെച്ച സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു, ജനകീയവൽക്കരിച്ചു. പോപ്പുലറൈസ്ഡ് റിഫോർമേറ്റീവ് മൂവ്മെന്റ്സ് ഇത്തരത്തിലുള്ള പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ ജനകീയമാക്കി. ഏത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ? എഗൻസ്റ്റ് സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. സാമൂഹ്യ തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ ജനകീയവൽക്കരിച്ചത് പത്രങ്ങളാണ്. The press during that time motivated the people to protest against the British rule and evils in Indian society. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള വികാരം ഇന്ത്യയിൽ വളർത്തുന്നതിനും അതോടൊപ്പം ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ തിന്മകളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും പത്രങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു. The press kept abreast the global agitations for freedom, democracy and equality. ലോകമെമ്പാടും നടന്ന പ്രക്ഷോഭങ്ങൾ, ലോകമെമ്പാടും നടന്ന ജനകീയ മുന്നേറ്റങ്ങൾ, ആഗോള മുന്നേറ്റങ്ങൾ, ആഗോള പ്രക്ഷോഭങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാ? ഫ്രീഡം, ഡെമോക്രസി ആൻഡ് ഇക്വാളിറ്റി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം എന്നീ ആശയങ്ങൾക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളെ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു, ജനങ്ങളിലെത്തിച്ചു. The press in India during that time created awareness on economic exploitation of the British. കഴിഞ്ഞ യാത്രയിൽ ഞാൻ പറഞ്ഞതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അനുവർത്തിച്ചു വന്ന സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങൾക്ക് വേണ്ടത്ര അവബോധം നൽകുന്നതിൽ നിർണായകമായ പങ്ക്, അറിവ് നൽകുന്നതിൽ നിർണായക പങ്ക് ഈ പത്രങ്ങൾ വഹിക്കുകയുണ്ടായി. They reported the calamities like plague, famine, etc. Plague, famine, etc. were the common phenomena that experienced the common people, by which thousands of people were killed or died at the various portions of India. ബ്രിട്ടീഷ് ഭരണകാലയളവിൽ പടർന്നു പിടിച്ച മഹാമാരികളായ പേഗും അതുപോലെ തന്നെ ക്ഷാമവും കൊണ്ട് ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ആയിരങ്ങൾ കൊല്ലപ്പെട്ടതിനെ പത്രങ്ങൾ തുറന്നു കാട്ടി. In Kerala also, so many newspapers were published. കേരളത്തിലെ അത്തരത്തിൽ ഒത്തിരി പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു ഈ കാലയളവിൽ. അത് കളക്ട് ചെയ്യാൻ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണത്തിന് നസ്രാണി ദീപിക എന്ന പത്രം, നസ്രാണി ദീപിക, കേരളോദയം പത്രം, കേരള ഭൂഷണം പത്രം, സ്വദേശാഭിമാനി പത്രം, അല്ലമീൻ പത്രം, മാതൃഭൂമി പത്രം, മലയാള മനോരമ പത്രം, കേരളകൗമുദി പത്രം, കേസരി പത്രം, മലയാള രാജ്യം പത്രം, ഇവയൊക്കെ മലയാളത്തിൽ നിന്നും ഈ കാലയളവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പേട്രിയോട്ടിസം അല്ലെങ്കിൽ
ദേശീയബോധം പ്രചരിപ്പിക്കുന്ന പത്രങ്ങളായിരുന്നു. രാജാറാം മോഹൻ റായ് വാസ് ദി ഫസ്റ്റ് ടു സ്റ്റാർട്ട് എ ന്യൂസ് പേപ്പർ വിത്ത് നാഷണൽ പെർസ്പെക്റ്റീവ്. ദേശീയ ലക്ഷ്യത്തോടെ, ദേശീയബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ ആദ്യമായി പത്രം, ദേശീയ ബോധം വളർത്തുക, നാഷണാലിസം എന്ന പെർസ്പെക്റ്റീവിലൂടെ ആദ്യം പത്രം പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റായ്. ഈ സംവാദ കൗമുദി അദ്ദേഹത്തിന് പ്രശസ്തമായ പത്രമാണ്. ദേശീയബോധം വളർത്തിയ ആദ്യകാല പത്രമാണ് സംവാദ കൗമുദി. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ബംഗാളി ലാംഗ്വേജ്. ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച സംവാദ് കൗമുദി ഓഫ് രാജാറാം മോഹൻ റായ്. മിരാദുൽ അക്ബർ ഇൻ പേർഷ്യൻ ലാംഗ്വേജ്. പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച മിരാദുൽ അക്ബർ ഓഫ് രാജാറാം മോഹൻ റായ് upheld the ideal of nationalism. As a result of this works done by the press in India, the British authorities imposed so many restrictions over Indian press. Indian പത്രത്തിന് മേൽ നിരവധി നിയന്ത്രണങ്ങൾ ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തി. The best example is the Vernacular Press Act of 1878. 1878 പാസാക്കപ്പെട്ട വെർണാക്കുലർ പ്രസ് ആക്ട് ഒരു ഉദാഹരണമാണ്. നാട്ടുഭാഷാ പത്ര നിയമം. ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിനെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ബ്രിട്ടീഷുകാർ പാസാക്കിയത് വെർണാക്കുലർ പ്രസ് ആക്ട് 1878. 1878. It covered the freedom of press in regional language. പ്രാദേശിക ഭാഷയിൽ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം, പ്രാദേശിക ഭാഷകളിലെ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്ത നിയമമായിരുന്നു ദി വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878. 1878 വെർണാക്കുലർ പ്രസ് ആക്ട് അഥവാ വെർണാക്കുലർ പ്രസ് നിയമം, നാട്ടുഭാഷാ പത്ര നിയമം. However, massive protest developed at various portions of India against the Vernacular Press Act. വെർണാക്കുലർ പ്രസ് ആക്ടിനെതിരെ, നാട്ടുഭാഷാ പത്ര നിയമത്തിനെതിരെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ് that developed at various portions of India, the British government was forced to withdraw it. ഈ നാട്ടുഭാഷാ പത്ര നിയമം അല്ലെങ്കിൽ വെർണാക്കുലർ പ്രസ് ആക്ട് പിൻവലിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധിതമായി. The next, education for the nation, or role of education in strengthening nationalism in India. ഇന്ത്യയിൽ ദേശീയബോധം ശക്തിപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസം വഹിച്ച പങ്ക് എന്തൊക്കെ? അതിനു മുമ്പ് ഇന്ത്യയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. അതിന്റെ സ്ഥാപകർ ആരൊക്കെയായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട 7 പത്രങ്ങൾ: ദി ഹിന്ദു ആൻഡ് സ്വദേശിമിത്രം. ഹിന്ദു, സ്വദേശിമിത്രം എന്നീ പത്രങ്ങൾ ബൈ ജി സുബ്രഹ്മണ്യ അയ്യർ. ജി സുബ്രഹ്മണ്യ പുസ്തകത്തിലുണ്ട്, അത് ടേബിളുണ്ട്, അത് ഒന്ന് കുറിച്ചെടുക്കണം, എന്നിട്ട് പഠിക്കണം. ദി ഹിന്ദു ആൻഡ് സ്വദേശിമിത്രം ബൈ സുബ്രഹ്മണ്യ അയ്യർ. അമൃതവിഹാർ പത്രിക ബൈ എസ് കെ ഘോഷ് ആൻഡ് മോട്ടിലാൽ ഘോഷ്. എസ് കെ ഘോഷും മോട്ടിലാൽ ഘോഷും കൂടി പ്രസിദ്ധീകരിച്ച അമൃതവിഹാർ പത്രിക. ബോംബെ സമാചാർ. കേസരി ആൻഡ് മറാഠ ഇൻ ബംഗാൾ ബൈ ബാലഗംഗാധര തിലക്. കേസരിയും മറാഠിയും, കേസരി എന്ന പത്രവും മറാത്ത എന്ന പത്രവും ബാലഗംഗാധര തിലകൻ പ്രസിദ്ധീകരിച്ചു. ബംഗാളി ബൈ സുരേന്ദ്രനാഥ ബാനർജി. സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബംഗാളി പത്രം. വോയിസ് ഓഫ് ഇന്ത്യ ബൈ ദാദാഭായ് നവറോജി.
ഡ്രെയിൻ തിയറിയുടെ വക്താവ്, കഴിഞ്ഞ ചാപ്റ്റർ ഞാൻ പറഞ്ഞതാണ്. ശോഷണ സിദ്ധാന്തം, ഡ്രെയിൻ തിയറി, വോയിസ് ഓഫ് ഇന്ത്യ ബൈ ദാദാഭായ് നവറോജി. ഷോം പ്രകാശ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഷോം പ്രകാശ് എന്ന പത്രം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പ്രസിദ്ധീകരിച്ചു. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ രണ്ട് പത്രങ്ങൾ, ന്യൂ ഇന്ത്യ എന്നും കോമൺവീൽ എന്നും മിസസ് ആനി ബെസന്റ്, ആനി ബെസന്റിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. യങ് ഇന്ത്യ ആൻഡ് ഹരിജൻ, യങ് ഇന്ത്യ എന്നും ഹരിജൻ എന്നും പത്രങ്ങൾ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചു. അൽ ഹിലാൽ, അൽ ഹിലാൽ എന്ന പത്രം മൗലാന അബ്ദുൽ കലാം ആസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട അൽ ഹിലാൽ എന്ന പത്രം. ദെൻ വന്ദേ മാതരം മറ്റൊരു പത്രമാണ്, ന്യൂസ് പേപ്പറാണ്. വന്ദേ മാതരം ബൈ ലാലാ ലജ്പത് റായ്. ദെൻ ദി നേഷൻ, നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. അങ്ങനെ നിരവധി പത്രങ്ങൾ ഈ കാലയളവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഓൾ ദീസ് ന്യൂസ് പേപ്പേഴ്സ് ഫോർവേഡ് ദി ഗ്രോത്ത് ഓഫ് നാഷണാലിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഇനി വിദ്യാഭ്യാസം. ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ സൊസൈറ്റി, എഡ്യൂക്കേഷണൽ റിഫോംസ് ആർ വെരി എസെൻഷ്യൽ. അപ്പോൾ ഒരു സമൂഹത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ അത് സാധ്യമാകും. The leaders of our nation, both social, religious and political leaders of that time, firmly believed that the development of our nation or the growth of nationalism in India is only possible through education, to bring changes in society, to maintain unity, to develop nationalism. അപ്പോൾ ദേശീയബോധം വളർത്താനായാലും ഐക്യം വളർത്താനായാലും സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താനായാലും എല്ലാം എന്തനിവാര്യമാണ്? വിദ്യാഭ്യാസം. എന്ത് വിദ്യാഭ്യാസം? ടു പ്രൊവൈഡ് സെക്കുലർ എഡ്യൂക്കേഷൻ ടു ആൾ. മതനിരപേക്ഷത വിദ്യാഭ്യാസം. മതനിരപേക്ഷ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കുക. അതിന് ഏറ്റവും ഉദാഹരണമാണ് ദി ഡെക്കാൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ or the Deccan Educational Society that was established in 1884 at Pune. അത്തരത്തിൽ മതനിരപേക്ഷ വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി 1884 സ്ഥാപിതമായ പ്രസ്ഥാനമാണ് ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. It was established by ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ റാനഡെ എക്സെട്ര. ഇത് സ്ഥാപിച്ചത് 2-3 പേര് ചേർന്നാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1884 by the great leaders G.G. Agarkar, ബാലഗംഗാധര തിലക്, മഹാദേവ് ഗോവിന്ദ റാനഡെ എക്സെട്ര. മഹാദേവ് ഗോവിന്ദ റാനഡെയും ബാലഗംഗാധര തിലകനും G.G. അഗർക്കറും ഒക്കെ ചേർന്നാണ് ഈ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി 1886 സ്ഥാപിച്ചത്. The first Indian Women University was established in 1916 by D.K. Karr. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമായ ഒരു സർവകലാശാല, ഫസ്റ്റ് ഇന്ത്യൻ വിമൻ യൂണിവേഴ്സിറ്റി, സ്ത്രീകൾക്ക് മാത്രമായൊരു സർവകലാശാല 1916 സ്ഥാപിക്കപ്പെട്ടു. അത് സ്ഥാപിച്ചത് D.K. കാർവാണ്. D.K. കാർ ഫൗണ്ടഡ് ദി ഫസ്റ്റ് ഇന്ത്യൻ വിമൻ യൂണിവേഴ്സിറ്റി ഇൻ 1916. 1916 D.K. കാർവിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ വനിതാ സർവകലാശാല, ഇന്ത്യൻ വനിതാ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു. Another important institution was
Vishwabharati University, which was established by Rabindranath Tagore in Bengal. ബംഗാളിൽ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി സർവകലാശാല, which focused യൂണിവേഴ്സൽ ബ്രദർഹുഡ്, സാർവദേശീയ സാഹോദര്യം ലക്ഷ്യമാക്കി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നേതൃത്വത്തിൽ ബംഗാളിൽ സ്ഥാപിതമായ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇന്ത്യൻ ദേശീയത വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. He aimed to bridge the വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചർ. ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ, വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലൂടെ പാശ്ചാത്യ പൗരത്യ സംസ്കാരങ്ങളെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും സംസ്കാരങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ അദ്ദേഹം ലക്ഷ്യമിട്ടു. Another famous institution was Jamia Millia Islamia in Aligarh. നമുക്കറിയാം, ഇപ്പോഴേ നേരത്തെ അടുത്ത സമയത്ത് പ്രശ്നമൊക്കെ ഉണ്ടായ സ്ഥാപനം ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി അറ്റ് അലിഗഡ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മൗലാന മുഹമ്മദ് അലി. അതിന്റെ സ്ഥാപകൻ മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റി അലിഗഡിൽ സ്ഥാപിച്ചു. And he was assisted by Shaukat Ali, Dr. Zakir Hussain and M.A. Ansari. ഈ ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വളർന്ന് ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായി വികാസം പ്രാപിച്ചു. ഇതിന്റെ സ്ഥാപകൻ മൗലാന മുഹമ്മദ് അലിയാണ്. അദ്ദേഹത്തെ അക്കാര്യത്തിൽ സഹായിക്കാൻ ഷൗക്കത്ത് അലി ഉണ്ടായിരുന്നു, ഡോക്ടർ സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നു, M.A. അൻസാരി ഉണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ, all these education institutions, educational reforms constituted or contributed a lot in developing or maintaining or strengthening nationalism in India. ഇന്ത്യയിൽ ദേശീയബോധം വളർത്തുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച ഘടകങ്ങളാണ്. Then traditional art, promotion of traditional art, പരമ്പരാഗതമായ കലയുടെ പ്രോത്സാഹനം. ദി ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് കേരള കലാമണ്ഡലം അറ്റ് ചെറുതുരുത്തി. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉത്തമ ഉദാഹരണം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. പരമ്പരാഗത കലയെ, ട്രഡീഷണൽ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപനമാണ് കേരള കലാമണ്ഡലം ചെറുതുരുത്തിയിൽ. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇതിന്റെ സ്ഥാപകൻ പ്രശസ്ത കവി ആയിരുന്ന മഹാകവി വള്ളത്താൾ നാരായണ മേനോനാണ് കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ചെറുതുരുത്തിയിൽ. In 1937, Mahatma proposed a special education plan called Wardha Education Plan for vocational education. വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു പരിഷ്കാരം 1937 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടു. അതിന്റെ പേരാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. അതായത് കോൺഗ്രസ് സമ്മേളനം വാർധയിൽ നടന്നപ്പോ ആ സമ്മേളനത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഗാന്ധിജി പ്രപ്പോസ്ഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ് ഫോർ ആൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 8 and 14. മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശമനുസരിച്ച് 8 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ കുട്ടികൾക്കും മാതൃഭാഷയിൽ വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി നൽകണമെന്ന് പിന്നീട് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാക്കി സ്വാതന്ത്ര്യാനന്തരം ആ നിർദ്ദേശം. ഗാന്ധിജിയുടെ ഈ നിർദ്ദേശത്തെ 8 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന്
നിർദ്ദേശിച്ചുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ഈ പദ്ധതിയെ അറിയപ്പെടുന്നത് നയി താലിം എന്ന പേരിലാണ്. ന്യൂ എഡ്യൂക്കേഷൻ, പുതിയ വിദ്യാഭ്യാസം. നയി താലിം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. For the implementation of that education, a commission was appointed under Dr. Zakir Hussain. ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കപ്പെട്ടു. Next, how far the literature of India constituted or contributed to the development of nationalism. ഇന്ത്യൻ ദേശീയതയെ വളർത്തുന്നതിൽ സാഹിത്യം വഹിച്ച പങ്ക് എന്ത്? Literature also developed patriotism and opposed or raised opposition against foreign domination or foreign rule and exploitation. ഇന്ത്യയിൽ ആ കാലയളവിലുണ്ടായ ഒട്ടുമിക്ക സാഹിത്യ സൃഷ്ടികളും സാഹിത്യരചനകളും മഹസൃഷ്ടികളും സാഹിത്യകാരന്മാരുടെ മഹസൃഷ്ടികളും വിദേശാധിപത്യത്തിനെതിരെയുള്ള വികാരം വളർത്തുകയും ദേശീയബോധം ഉണർത്തുകയും ചെയ്തു. The famous writers of India during that time, their works like poetry, drama, tales, novels, etc. promoted nationalism. നാടകമായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, നോവലായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, അവയിലൂടെയെല്ലാം അവർ ദേശീയബോധം പകർന്നു കൊടുത്തു. The concept of Bharata Mata was first presented in public through a play by S.K. Ghosh. ഭാരത് മാത എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി, the concept of Bharat Mata was first presented publicly through a play. ഒരു നാടകത്തിലൂടെയാണ് ആദ്യമായി ഭാരത് മാത എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ബൈ S.K. Ghosh ആൻഡ് സത്യേന്ദ്രനാഥ ടാഗോർ. S.K. ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറുമാണ് ഭാരത് മാത എന്ന ആ മഹത്തായ ദേശീയബോധം വളർത്തുന്ന സങ്കല്പം മുന്നോട്ട് എത്തിച്ചത്. ബങ്കിംചന്ദ്ര ചാറ്റർജി in Bengali, Anand based on Sansai revolt inspired Bengali peasants. ബംഗനാഥ ചാറ്റർജി ബംഗാളി ഭാഷയിൽ എഴുതിയ ആനന്ദമത് എന്ന ഗ്രന്ഥം ബംഗാളിലെ കർഷകരുടെ വിപ്ലവമായ സെൻസായി റിവോൾട്ടിനെ കുറിച്ച് പറയുന്നു. ഈ ആനന്ദമത് എന്ന തന്റെ കൃതിയിലൂടെ ബംഗാളി കർഷകരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളും കഷ്ടപ്പാടുകളും രേഖപ്പെടുത്തി സെൻസായി റിവോൾട്ട് പ്രമേയമാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഗ്രന്ഥം എഴുതിയത്. This song Vande Mataram is taken from this Anandamath. നമ്മൾ വളരെ വിപുലവും പ്രശസ്തവും ഏറെ ആദരവോടെ കാണുകയും ഒക്കെ ചെയ്യുന്ന വന്ദേ മാതരം എന്ന ഭാഗം ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഈ ആനന്ദമത് എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണ് ഈ പാട്ട്. ദേശബന്ധു മിത്ര, famous Bengali writer, wrote Neel Darpan, a play based on the lives of indigo farmers. ബംഗാളിലെ നീലം കർഷകരുടെ പതറ്റിക്കായിട്ടുള്ള ദയനീയമായിട്ടുള്ള അവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു നാടകമാണ് നീൽ ദർപ്പൻ. ദീനബന്ധു മിത്ര ബംഗാളി ഭാഷയിൽ എഴുതിയ ഗ്രന്ഥമാണ്. Indian Association floated by Surendranath Banerjee was another important institution that promoted
nationalism during that period. The famous Urdu poet Allama Muhammad Iqbal wrote the famous patriotic song Sare Jahan Se Acha Hindustan Hamara. It praised Hindustan or India's natural beauty. ഇന്ത്യയുടെ പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലാണ്. Another famous works of that time were Gora and Geetanjali of Rabindranath Tagore in Bengali. ദേശീയബോധം പാട്രിയോട്ടിസം ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിച്ച ഗ്രന്ഥങ്ങളാണ്. ഇതൊക്കെ പട്ടികപ്പെടുത്തി എഴുതണം. ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഘോര, ഗീതാഞ്ജലി തുടങ്ങിയവയൊക്കെ ദേവദാസൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദൻ തുടങ്ങിയ കൃതികളൊക്കെ തന്നെ പ്രേംചന്ദ് ഹിന്ദിയിൽ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. ദി ഫേമസ് വർക്ക്സ് ഇൻ ഹിന്ദി ദേവദാസൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദൻ ഓഫ് പ്രേംചന്ദ് ആൾസോ patronized or strengthened nationalism in India. ഇന്ത്യയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവയാണ്. ദെൻ പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് etc. in Tamil by Subramanya Bharati. All these works also reflect enough patriotism or nationalism. വേണ്ടത്ര ദേശീയബോധം നിറഞ്ഞു നിൽക്കുന്ന, തുളുമ്പി നിൽക്കുന്ന കൃതികളാണ് പാഞ്ചാലി ശബദം, കിളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് തുടങ്ങിയ സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതികൾ. ഹായത്തി സാഹി, ഹായത്തി ജാവീദ് etc. are another famous works in Urdu language. It was written by അൽതാഫ് ഹുസൈൻ ഹാലി. അതുപോലെ തന്നെ ദേശീയത വളർത്തുന്ന ഗ്രന്ഥങ്ങളാണ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ ഉറുദു ഭാഷയിലുള്ള ഹായത്തി സാഹി, ഹായത്തി ജാവീദ് എന്നിവ. നെക്സ്റ്റ് നിബന്ധമാല. which was written in Marathi. മറാഠി ഭാഷയിൽ എഴുതിയ നിബന്ധമാല വിഷ്ണുകൃഷ്ണ ചിപ്പുളുങ്കാർ. വിഷ്ണുകൃഷ്ണ ചിപ്പുളുങ്കാർ എഴുതിയ മറാഠി ഭാഷയിലെ നിബന്ധമാല. ഇറ്റ് ഈസ് അനദർ പ്രോമിനന്റ് വർക്ക്. ദി ഫേമസ് വർക്ക് എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എക്സെട്ര ഓഫ് വള്ളത്തോൾ നാരായണ മേനോൻ ഇൻ മലയാളം. നമ്മുടെ മാതൃഭാഷയായ മലയാളം ഭാഷയിലുമുണ്ട് അത്തരത്തിലുള്ള ദേശഭക്തി തുളുമ്പി നിൽക്കുന്ന കൃതികൾ. വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളും ആ വിഭാഗത്തിൽ പെടുന്നവയാണ്. ദി ഫേമസ് പോയം വരിക വരിക സഹചരെ എന്നത് രചിച്ച ഒരു മലയാളിയാണ്, അംശി നാരായണപിള്ള. ദേശീയബോധം വളർത്തുന്നതിന് ഈ പറഞ്ഞ കൃതികളൊക്കെ നിർണായകമായ പങ്കുവഹിച്ചു. ജസ്റ്റ് ലൈക്ക് ലിറ്ററേച്ചർ, ആർട്ട് ആൾസോ പ്ലേഡ് എ ഡോമിനന്റ് റോൾ in developing nationalism or strengthening nationalism in India. വിദ്യാഭ്യാസവും സാമൂഹ്യ പരിഷ്കർത്താക്കളും സാഹിത്യവും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതുപോലെ കലയും ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് നിർണായകമായ സംഭാവന നൽകിയിട്ടുണ്ട്. Many artists pictured Bharatmata in various fashions. ഭാരത് മാത ഒരു പ്രത്യേക വികാരമാണ്. ഭാരത് മാതയുടെ, ഭാരതാംബയുടെ ചിത്രം പല പ്രമുഖ കലാകാരന്മാരും വ്യത്യസ്ത രീതിയിൽ ചിത്രീകരിക്കുകയുണ്ടായി.
Abanindranath Tagore freed Indian painting from Western style. അതിൽ ഏറ്റവും പ്രധാനിയാണ് അബരീന്ദ്രനാഥ ടാഗോർ. പാശ്ചാത്യ ശൈലിയിൽ നിന്ന് ഇന്ത്യൻ സ്റ്റൈലിനെ അദ്ദേഹം വേർപെടുത്തി. He promoted Oriental painting. കിഴക്കിന്റെ പെയിന്റിങ്ങിനെ അല്ലെങ്കിൽ ട്രഡീഷണൽ പെയിന്റിങ്ങിനെ, പരമ്പരാഗത ഛായ ചിത്രങ്ങളെ അദ്ദേഹം പരിപോഷിപ്പിച്ചു. This Abanindranath Tagore started Indian Society of Oriental Arts in Calcutta. അത്തരത്തിൽ പരമ്പരാഗത പെയിന്റിങ്ങിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി കൽക്കട്ടയിൽ അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരംഭിച്ചു. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് വാസ് ആൾസോ ഫൗണ്ടഡ് ഇൻ കൽക്കട്ട ടു പ്രൊമോട്ട് ഓറിയന്റൽ പെയിന്റിംഗ് ബൈ അബരീന്ദ്രനാഥ ടാഗോർ. അപ്പൊ അബരീന്ദ്രനാഥ ടാഗോർ കിഴക്കിന്റെ അല്ലെങ്കിൽ പൗരസ്ത്യ ദേശത്തെ തനതായ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ആരംഭിച്ചു. കേരളത്തിലുണ്ട കാര്യത്തിൽ രാജാ രവിവർമ്മ ഓഫ് കേരള adopted a new painting style based or mixed with western style. പാശ്ചാത്യ ശൈലിയുമായി മിങ്കിൾ ചെയ്തുകൊണ്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു ചിത്രരചനാ ശൈലി രാജാ രവിവർമ്മ ഈ കാലയളവിൽ കേരളത്തിൽ വികസിപ്പിച്ചെടുത്തു. Another famous artist of that time was Nandalal Bose. His notable painting is Sati, which depicts the evil practice of Sati that existed in Indian society. And his village drummer of Nandalal Bose adopted as the poster of the Congress. കോൺഗ്രസിന്റെ പോസ്റ്ററിൽ അഡോപ്റ്റ് ചെയ്തതാണ് വില്ലേജ് ഡ്രമ്മർ എന്ന നന്ദലാൽ ബോസിന്റെ വർക്ക്. അമൃത ഷേർഗിൽ, വുമൻ ആർട്ടിസ്റ്റ് ആൾസോ became so famous during that period. ആ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു കലാകാരിയായിട്ട്, പെയിന്ററായിട്ട്, അമൃത ഷേർഗിൽ. The national anthem by Rabindranath Tagore was another factor that influenced or patronized nationalism. ദേശീയതയെ പരിപോഷിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അല്ലെങ്കിൽ സംഗതിയാണ് രവീന്ദ്രനാഥ ടാഗോറിന്റെ നാഷണൽ ആന്തം. 3-color flag was designed during that period. The 3-color flag, ഇന്ത്യയുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ദേശീയബോധം വളർത്തുന്നതിൽ. ദി ടീം ലെഡ് ബൈ ഗാന്ധിജി ഡിസൈൻഡ് ദിസ് 3-color ഫ്ലാഗ്. ഈ 3-color ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. ഇറ്റ് വാസ് ഒഫീഷ്യലി അഡോപ്റ്റഡ് ഇൻ 1947. ഔപചാരികമായിട്ട് നമ്മുടെ പതാകയായി ഇത് അംഗീകരിച്ചത് 1947 ആൻഡ് ദി നാഷണൽ എംബ്ലം ഇൻ ദിസ് 3-color ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ഫ്രം ലയൺ ക്യാപിറ്റൽ ഓഫ് അശോക അറ്റ് സാരനാഥ്. നമുക്കറിയാവുന്നതാണ്. അതിലെ നാഷണൽ എംബ്ലം അല്ലെങ്കിൽ ദേശീയ ചിഹ്നം അശോക ചക്രം നമ്മള് അശോകന്റെ ആസ്ഥാനമായ അശോക ചക്രവർത്തിയുടെ ആസ്ഥാനമായിരുന്ന സാരനാഥിലെ സ്തംഭത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. In short, we can say that the patriotic songs, symbols, pictures, etc. were used throughout our freedom struggle. ഇത്തരത്തിലുള്ള കവിതകളും സിംബലുകളും ചിത്രങ്ങളും എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനിടയിൽ നമ്മൾ വ്യാപകമായി ഉപയോഗിച്ചു. The first persons to hoist Indian 3-color flag in an international forum was Madam Fikaji Gama at Germany in 1907. 1907 ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഇന്ത്യക്ക് പുറത്ത്
ഉയർത്തിയത്. ഇന്റർനാഷണൽ ഫോറത്തിലെ ജർമ്മനിയിൽ ഉയർത്തിയത് 1907 മാഡം ഫിക്കാജി കാമയാൻ. ദിസ് ഈസ് അബൌട്ട് ദി 5th ചാപ്റ്റർ ഇൻ ഹിസ്റ്ററി. ഇത് കൃത്യമായി ഇതിലെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ചെയ്തിട്ട് പട്ടികപ്പെടുത്താനുള്ളതൊക്കെ വർക്കുകളൊക്കെ അങ്ങനെ പട്ടികപ്പെടുത്തി എഴുതണം. ഓരോന്നും വർക്ക്, സ്ഥാപനം, സ്ഥാപകൻ, വർഷം, വർക്ക്, ഗ്രന്ഥം, ഭാഷ, ഇത്തരത്തിൽ ന്യൂസ് പേപ്പേഴ്സ്, ഭാഷ, സ്ഥാപകൻ, ഇത്തരത്തിൽ കുറെ പട്ടികകൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും. നമസ്കാരം. അടുത്ത ദിവസം.